ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് മിക്സ് ചെയ്യുക. 3 മിനിറ്റ് നേരം മീഡിയം തീയിൽ വഴറ്റുക. 3 മിനിറ്റ് കഴിയുമ്പോൾ തീ ഏറ്റവും കുറവിലേക്ക് വെച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 250 ഗ്രാം വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക. ഒപ്പം ഒരു പച്ചമുളക് നടുവെ കീറിയത്, കുറച്ച് കറിവേപ്പില, 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മൂടി അടച്ചു വെച്ച് 4-5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യുക. 3-4 മിനിറ്റ് നേരം മീഡിയം തീയിൽ മൂടി അടയ്ക്കാതെ ചൂടാക്കുക. ഓരോ 30 സെക്കൻഡ് നേരം ഇടവിട്ട് ഇളക്കണം, അതല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. 4 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ നല്ല രുചിയുള്ള നാടൻ വെണ്ടയ്ക്ക മെഴുകുപുരട്ടി റെഡി. ചോറിൻ്റെ കൂടെ വേറെ ലെവലാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.